ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതെന്റെ അഡ്വക്കേറ്റ്. ഞങ്ങള് വന്നത് എന്നെ കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കാനല്ലേ? ഞാൻ റെഡിയാ. അങ്ങനെയാണെങ്കിൽ രാഹുകാലത്തിന് മുൻപ് നമുക്ക് ആ ചടങ്ങ് ചെയ്തു കളയാം. എന്താ? ലീഗൽ എഗ്രിമെന്റ് വായിച്ച് കേൾക്കണ്ടേ? എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല ചേച്ചി, എനിക്ക് വിശ്വാസം. പിന്നെ ഞാൻ ദത്ത് തരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തല്ലേ? അതിനു മുകളിൽ ഒന്നും എഴുതിയെടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. എന്നാലും അതല്ലല്ലോ അതിന്റെ ഫോർമാലിറ്റി. കോടതിയിൽ സമർപ്പിച്ച് ലീഗൽ എൻറ്റിറ്റി പൂർത്തിയാക്കും മുമ്പ് ഇരു കക്ഷികളും ഇതൊന്ന് വായിച്ച് കേൾക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും ദത്തെടുക്കുന്നത് ഒരു IPS ഓഫീസറുടെ കുഞ്ഞിനെ ആകുമ്പോ. വക്കീലെ, വായിച്ചോളൂ. രണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഇടപാടായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാം. ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 പ്രകാരമാണ് നമ്മൾ ഈ ലീഗൽ രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇരു കക്ഷികളുടെയും അറിവിലും സമ്മതത്തിലും നമ്മൾ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു. നാളെ ഇതിന്റെ പേരിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അതിന് പരിഹാരമുണ്ടാക്കാൻ ഒരു റിട്ടൺ എവിഡൻസ് ആവശ്യമുണ്ട്. മനുഷ്യന്റെ കാര്യമല്ലേ, അഭിപ്രായം എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ ശാസ്തമംഗലം താലൂക്കിൽ ചെമ്പകശ്ശേരി വീട്ടിൽ ആത്മജയും ഭർത്താവ് ഉമാദത്തനും അതേ വീട്ടിലെ താമസക്കാരായ ആത്മജയുടെ സഹോദരൻ ആദിത്യനും ഭാര്യ പൂജയ്ക്കും തങ്ങളുടെ 2 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ഇരു കൂട്ടരുടെയും അറിവിലും സമ്മതത്തിലും ഇന്നേ തീയതിയിൽ ദത്ത് നിയമത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കൈമാറ്റം ചെയ്യുന്നു. വ്യവസ്ഥകൾ പ്രകാരം ഇനി മേലിൽ ആത്മജയ്ക്കും ഉമാദത്തിനും കുഞ്ഞിന്റെ മേൽ യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാ പിന്നെ ഒപ്പിടല്ലോ. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. ഇപ്പൊ വരാം. ഇതിൽ സൈൻ ചെയ്യുന്നതിനൊപ്പം ഈ എഗ്രിമെന്റ് കൂടി വായിച്ചു കേട്ട് പൂജ ഇതിൽ സൈൻ ചെയ്യണം. അല്ല, ഞാനും പൂജയായിട്ട് ഇത് നേരത്തെ സംസാരിച്ചതാ അല്ലേ പൂജ? അതെ, ഞങ്ങള് സംസാരിച്ചതാ.
എന്നാ വായിക്കട്ടെ. വക്കീല് പറഞ്ഞതുപോലെ ദത്ത് കോൺട്രാക്റ്റിൽ ഞാൻ ഒപ്പിടുമ്പോ പൂജ ഞാൻ മുദ്രപത്രത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കടലാസിലും ഒപ്പിടണം. എന്റെ കണ്ടീഷൻസ് പൂജയ്ക്കറിയാമെങ്കിലും നിങ്ങളുടെയൊക്കെ അറിവിലേക്കായി ഞാനൊന്ന് വായിക്കാം. പൂജയുടെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും എന്റെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കണം. അതാണ് കണ്ടീഷൻ നമ്പർ 1. ഇനി കണ്ടീഷൻ നമ്പർ 2. ആദിക്കും പൂജയ്ക്കും എന്റെ മകളല്ലാതെ ഇനിയൊരു കുട്ടി ഉണ്ടാവരുത്. അമി, നീ എന്ത് വിവരക്കട പറയുന്നേ? ദത്തൻ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും പൂജയും തമ്മിലുള്ള എഗ്രിമെന്റ്. പൂജ ഇതിന് സമ്മതിച്ചതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ ഇവൾക്ക് ദത്ത് നൽകാൻ തീരുമാനിച്ചത്. ഞാനും കേട്ടിരുന്നു ഈ കണ്ടീഷൻസിനെ കുറിച്ച്. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒപ്പിടട്ടെ.